ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അഫർമേഷൻസ് ചെയ്യുന്ന സമയത്തോ എന്തെന്നില്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ വന്നു ചേരാറുണ്ട്. അതായത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, എന്നെ കൊണ്ട് ഇതിനൊക്കെ കഴിയുമോ, അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയാണോ. ചിലപ്പോൾ ഈ പറഞ്ഞു തരുന്നവരെ പോലും കുറ്റപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ തെറി വിളിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൽഫ് ഡൗട്ട്സിനെ നമുക്ക് ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഫർമേഷൻസ് ചെയ്യുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഈ സെൽഫ് ഡൗട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയഭാഗം കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുവാൻ കഴിയണം. അതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷൻസിൻ്റെ എല്ലാം കൂടി ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയഭാഗമാണ്. അതായത് നമുക്കിപ്പം വിഷമം വരുമ്പോഴോ, ദേഷ്യം വരുമ്പോഴോ, സന്തോഷം വരുമ്പോഴോ, സ്നേഹം വരുമ്പോഴോ, അല്ലെങ്കിൽ കൃതജ്ഞത ഉണ്ടാകുമ്പോഴോ നമ്മുടെ ഈ ഹൃദയഭാഗത്ത് എന്തെന്നില്ലാത്ത ഒരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫീൽ നമുക്ക് നമ്മുടെ വിഷ്വലൈസേഷൻ ടൈമിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയണം. അതായത് നമ്മളൊരിടത്ത് സ്വസ്ഥമായിട്ടിരുന്ന വിഷ്വലൈസേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യുന്നു. ആ സമയത്ത് എന്തെന്നില്ലാത്ത സെൽഫ് ഡൗട്ട്സ് ഇങ്ങോട്ട് വരിയായിട്ട് വരാൻ തുടങ്ങുന്നു. അതേസമയം നമുക്കതിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളത് നേടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അല്ലെങ്കിൽ ആ കൃതജ്ഞത, അല്ലെ, എന്തായാലും ആ സമയത്ത് സന്തോഷവും കൃതജ്ഞതയും ആയിരിക്കുമല്ലോ നമുക്കുണ്ടാകുന്നത്. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത നിരാശയോ ദുഃഖമോ ഒന്നും ഉണ്ടാകില്ല. ഓക്കെ. അപ്പോൾ ആ സന്തോഷവും കൃതജ്ഞതയും നമ്മുടെ ആ ഹൃദയഭാഗം കൊണ്ട് നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. അതായത് നമ്മളത് നേടിയെടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷം ഉണ്ടാകുമോ, എത്രത്തോളം കൃതജ്ഞത നമ്മുടെ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് അർപ്പിക്കാൻ കഴിയുമോ, അത് ഈ നിമിഷം തന്നെ നമുക്കത് അർപ്പിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ആവശ്യമാണ്. നിങ്ങൾ നിരന്തരമായിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങും എത്തുന്നില്ല, ജോലി കിട്ടുന്നില്ല. ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളത് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേ സമയം തന്നെ നിങ്ങളിത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി എന്താണോ ആ ജോലിയിൽ നിങ്ങൾ എത്തിച്ചേർന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഓഫർ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ എത്തിയതായിട്ടോ, അല്ലെങ്കിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടോ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ആ ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, ആ കൃതജ്ഞത നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. നിങ്ങൾ ഒരിടത്ത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നു, കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബ്രെയിനിൽ അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട അഫർമേഷൻസ് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വിഷ്വലൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് ഡൗട്ട്സിൻ്റെതായിട്ടുള്ള ഒരു ഘോഷയാത്ര ഉണ്ടാകുന്നു. ആ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വലത് കൈ എടുത്ത് നമ്മുടെ ആ ഹൃദയഭാഗത്തേക്ക് ഒന്ന് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഫീലിങ്സ് അനുഭവപ്പെടാൻ തുടങ്ങും ഹൃദയഭാഗത്തേക്ക് നമ്മുടെ കൈകൾ കൊണ്ട് വെക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ വിഷ്വലൈസേഷൻ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ കാണുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് എന്തെന്നില്ലാത്ത കൃതജ്ഞത അനുഭവിക്കുവാൻ കഴിയണം, എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്കിവിടെ അനുഭവിക്കുവാൻ കഴിയണം. നമ്മുടെ വലത് കൈ എടുത്ത് ഇവിടെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഫീലിങ്സിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വപ്നം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആ ജോലി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സമ്പത്ത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ, എത്രത്തോളം കൃതജ്ഞത നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് കൊടുക്കുമോ, അത് ആ സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ഹൃദയഭാഗം കൊണ്ട് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ സെൽഫ് ഡൗട്ട്സിനെ മുഴുവൻ, ആ സംശയങ്ങളെ മുഴുവൻ നമുക്ക് ആ ഒരു സമയം ഇല്ലാതാക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് പരിശീലിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതുടൻ തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം മാനിഫെസ്റ്റേഷൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. നമ്മൾ ഏത് ഫീലിങ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നതുപോലും മാനിഫെസ്റ്റേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് നിലനിർത്തുവാനും ആ ഒരു കൃതജ്ഞത നിലനിർത്തുവാനും നമ്മൾ എപ്പോഴും ശ്രമിക്കണമെന്ന് പറയുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ലോകത്തിലുള്ള സർവ്വ ഐശ്വര്യത്തെയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ കൃതജ്ഞത നമ്മൾ അനുഭവിക്കുക. അതുപോലെ തന്നെ അത് നേടിയെടുക്കുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷം അങ്ങോട്ട് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഫ്രണ്ട്സ്, മാനിഫെസ്റ്റേഷൻ കോഴ്സുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ പങ്കെടുക്കുകയും നല്ല രീതിയിലുള്ള വിജയം അതിലൂടെ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കോഴ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ്സും അതുപോലെ തന്നെ നല്ലൊരു മാനിഫെസ്റ്ററായി തീരുവാനുള്ള ഒരു പരിശീലനം കൂടി നിങ്ങൾക്ക് ഇതിൽ കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പഠിപ്പിച്ച ആ ഒരു ടെക്നിക്ക് നിരന്തരമായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്കതിൽ മാറ്റമുണ്ടാക്കുവാൻ കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.